ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ 3 വമ്പൻ സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിന് മുന്നോടിയായി ഒരു വിദേശ താരത്തെ കൂടി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാനായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ഗാന സ്ട്രൈക്കർ ക്വാമെ പെപ്രയെ ബ്ലാസ്റ്റേഴ്സ് മറ്റേതെങ്കിലും ടീമിൽ ലോണിൽ വിട്ടുകൊണ്ട് സൂപ്പർ താരമായ അർജന്റീനൻ താരം ഫിലിപ്പ് പസഡോറിനെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ചർച്ചകൾ ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം 19 സ്റ്റോപ്പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് വിശ്വസിക്കാവുന്ന ഒരു വാർത്ത കൂടിയാണ്. എന്തായാലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് കാണിക്കുന്ന പ്രകാരം 76% എത്തിയിട്ടുണ്ട്. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ശുഭസൂചനയായി എടുക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാലും പെപ്രയ്ക്ക് പകരക്കാരനായി താരത്തെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നുള്ളൊരു സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും താരം എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് വേണം പറയാനായിട്ട്. എന്നാൽ താരം എത്തിയാൽ അത് ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. കാരണം ബ്ലാസ്റ്റേഴ്സിന് മുന്നേറ്റം നില ഭരിക്കാൻ പറ്റിയ കിടിലൻ താരമാണ് ഈ താരമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാലും ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ഒരു ദിമിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെ പെപ്രയ്ക്ക് പകരക്കാരനെ ഒരു താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ പെപ്രയെ മറ്റേതെങ്കിലും ISL ക്ലബിന് കൊടുക്കാനായിട്ട്, പെപ്രയെ ആവശ്യമുള്ള ക്ലബിന് കൊടുക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളെ സമീപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിനു മുമ്പ് പഞ്ചാബ് FC പെപ്രയെ വേണമെന്ന ആവശ്യം ബ്ലാസ്റ്റേഴ്സിനോട് ഉന്നയിച്ചിരുന്നു. ഇനി അത് നടക്കുമോ എന്നത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യം കൂടിയായിരിക്കും. എന്നാൽ പെപ്രയെ ലോണിൽ വിട്ടുകൊണ്ട് പസഡോർ എന്ന് പറയുന്ന അർജന്റീനൻ താരത്തെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.